നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചുള്ള MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ 2ാം റൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണല്ലോ. അതിൻ്റെ പുതിയ ഷെഡ്യൂൾ നിലവിൽ വന്നിരിക്കുന്നു. അതോടൊപ്പം പുതിയതായി ആഡ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് കോളേജുകളിലോട്ടുള്ള ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരവും ഇതോടൊപ്പം ലഭ്യമാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ വിവിധ സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റ് കോട്ട MBBS BDSൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ റിവൈസ്ഡ് ഷെഡ്യൂളും MCC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദമായ നോട്ടിഫിക്കേഷനിലേക്ക് mcc.nic.in എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് MBBSൻ്റെയും BDSൻ്റെയും BSc നേഴ്സിംഗിൻ്റെയും പ്രവേശനം 2ാം ഘട്ട അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 16 രാത്രി 11:55 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സെക്കൻഡ് റൗണ്ടിൽ ചോയ്സുകൾ ലോക്ക് ചെയ്യാനുള്ള സൗകര്യവും 16 ഏപ്രിലിന് 4 PM തൊട്ടേ മാത്രമേ ആരംഭിക്കുകയുള്ളൂ. രജിസ്ട്രേഷൻ ഉണ്ടാവുകയില്ല. നിലവിൽ രജിസ്റ്റർ ചെയ്ത് ഓപ്ഷനുകൾ കൊടുത്തവർക്ക് പുതിയതായിട്ട് കോളേജുകൾ ആഡ് ചെയ്യണം താല്പര്യമുള്ളവർക്കൊക്കെ പുതിയതായിട്ട് കോളേജുകൾ ആഡ് ചെയ്യാം. അതല്ല, നിലവിൽ ഓപ്ഷനെല്ലാം റെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും 16 ഏപ്രിലിൽ അതിനുള്ള അവസരമുണ്ടായിരിക്കും. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരുന്ന ഡേറ്റ് 13 ആയിരുന്നു അല്ലേ? 13 മുതൽ 20 വരെയൊക്കെ ആയിരുന്നു ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ്. അതിപ്പോൾ മാറ്റിയിരിക്കുന്നത് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് 19 സെപ്റ്റംബറിന് മാത്രമേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. ഓൾ ഇന്ത്യയിൽ നമുക്ക് 2ാം ഘട്ടത്തിൽ എവിടെയാണ് ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് സെപ്റ്റംബർ 19 അറിയാം. 18 ഈവനിങ് പ്രൊവിഷണലായിട്ടുള്ള അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. 19 മുതൽ അത് നമ്മുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ആയിട്ട് വരും. 20 മുതൽ 27 വരെയാണ് 2ാം ഘട്ടത്തിൻ്റെ റിവൈസ്ഡ് ചെയ്ത ഷെഡ്യൂൾ അനുസരിച്ച് കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം. MCCയുടെ വെബ്സൈറ്റ് വഴി ആദ്യഘട്ടത്തിൽ കിട്ടിയ കോളേജുകളിൽ നിന്നും സർട്ടിഫിക്കറ്റുകളും പേയ്മെൻറ്റും ഒക്കെ തിരിച്ചു മേടിക്കാനും സ്റ്റേറ്റ് കോട്ട വഴി കിട്ടിയവർക്ക് ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് മാറാനൊക്കെ ഉള്ള അവസരം 20 മുതൽ 27 വരെയാണ് 2ാം ഘട്ടം. അതോടൊപ്പം തന്നെ 3ാം ഘട്ടവും ഒക്ടോബർ 3 മുതൽ രജിസ്ട്രേഷൻ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. 5 മുതൽ 8 വരെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരങ്ങൾ. അലോട്ട്മെൻറ്റ് വരുന്നത് 11 ഒക്ടോബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം 18 ഒക്ടോബർ. 4ാം ഘട്ട സ്റ്റേ വേക്കൻസി 22 മുതൽ 25 വരെ ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ 23 മുതൽ 26 വരെ ചോയ്സ് ഫില്ലിങ്ങും. ഒക്ടോബർ 29 സ്ട്രേ വേക്കൻസിയുടെ 2024 എവിടെയെങ്കിലും ഒരു MBBS BDS കിട്ടിയതിൻ്റെയൊക്കെ ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് ഒക്ടോബർ 29 ഒക്ടോബർ 30 മുതൽ നവംബർ 5 വരെയാണ് ഈ വർഷത്തെ സ്ട്രേ വേക്കൻസിക്ക് അനുസരിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കോളേജുകളിൽ ചേരാനുള്ള പുതിയ സമയക്രമം. ഇതിന് ആനുപാതികമായിട്ട് MCC സ്റ്റേറ്റ് കോട്ടകളുടെ കൗൺസിലിങ്ങും റിവൈസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇതിനനുസരിച്ച് ആനുപാതികമായിട്ട് ഇതുവരെ MBBS BDSൻ്റെ സെക്കൻഡ് റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പുതിയ സമയക്രമം വന്നിട്ടില്ല. MCCയുടെ ഇൻസ്ട്രക്ഷനാണ് ഇത്. കേരളയുടെ വെബ്സൈറ്റിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. നിലവിൽ MCC എല്ലാ സ്റ്റേറ്റ് കൗൺസിലിംഗുകാർക്കും കൊടുത്തിരിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് 2ാം ഘട്ടത്തിൽ സെപ്റ്റംബർ 11 മുതൽ സെപ്റ്റംബർ 27 വരെയും അതിനനുസരിച്ച് സെക്കൻഡ് റൗണ്ടിൽ കോളേജിൽ ചേരാനുള്ള സമയം 5 ഒക്ടോബർ വരെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റൗണ്ട് 3 സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ 9 ഒക്ടോബർ മുതൽ 18 ഒക്ടോബർ വരെയാണ്. അത് ചേരാനുള്ള സമയം 23 ഒക്ടോബർ ആക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് കൗൺസിലിങ്ങും അതനുസരിച്ച് ലാസ്റ്റ് സ്റ്റേ വേക്കൻസി 25 to 29 നടക്കും. കോളേജുകളിൽ ചേരാനുള്ള സമയം 5 നവംബർ തന്നെയാണ്. ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയം മാറ്റിയിട്ടില്ല. 2024 ഒക്ടോബർ 1 ഈ വർഷത്തെ MBBSൻ്റെ ക്ലാസ്സുകൾ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതും. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങളുടെ യാത്രകളും കോളേജുകളിൽ നിന്ന് TC മേടിക്കാനുള്ള സമയക്രമമൊക്കെ കൃത്യമായി നോക്കി മനസ്സിലാക്കുക. ഓൾ ഇന്ത്യ കോട്ടയിൽ ആദ്യത്തെ റൗണ്ടിൽ ഒരു സീറ്റ് എടുത്തു നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് കോട്ടയിലേക്കോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള അവസാന അവസരം 16 സെപ്റ്റംബർ വരെ, അതായത് സെപ്റ്റംബർ 16 11 മണി വരെ നമുക്ക് വേണമെങ്കിൽ ഫീച്ചർ ഇല്ലാതെ, അതായത് രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്താതെ MBBSൽ നിന്നോ BDSൽ നിന്നോ BSc നേഴ്സിംഗിൽ നിന്നോ ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് റിസൈൻ ചെയ്യാനുള്ള അവസരവും ഇതോടൊപ്പം പുതുക്കി നൽകിയിട്ടുണ്ട്. ഇത് ഓൾ ഇന്ത്യ കോട്ടയുടെ 2ാം റൗണ്ടിലോട്ട് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് സ്റ്റേറ്റ് കോട്ടയിലേക്ക് മാറണമെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 16 11 മണി വരെ
ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് റിസൈൻ ചെയ്യാനുള്ള അവസരവും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മുൻപ് പറഞ്ഞിരുന്നെന്ന് വ്യത്യസ്തമായിട്ട് ഏതാണ്ട് 19ഓളം പുതിയ കോളേജുകൾ ഗവൺമെൻറ് മേഖലയിലും ഓട്ടോണമസ് മേഖലയിലും ഓൾ ഇന്ത്യ കോട്ടയുടെ രണ്ടാം റൗണ്ടിൽ പുതിയതായിട്ട് സീറ്റ് മെട്രിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതായത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കൂടുതലായി 19 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ കൂടി അവരുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താനുള്ള അവസരവും 16-ാം തീയതി രാത്രി 11:55 വരെയുണ്ട്. ഇതോടുകൂടി ഏതാണ്ട് 225ഓളം MBBS സീറ്റുകളാണ് ഓൾ ഇന്ത്യ ലെവലിൽ മാറ്റപ്പെടുന്നത്. ഇതിന് ആനുപാതികമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ 2000ഓളം MBBS സീറ്റുകളും ഗവൺമെൻറ് മേഖലയിൽ കൂടുന്നുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് 225 സീറ്റുകളാണ് ഈ രണ്ടാം ഘട്ടത്തിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ റൗണ്ട് അനുസരിച്ച് നമുക്കറിയാം ജനറൽ വിഭാഗത്തിന് 19,600ഉം OBC വിഭാഗത്തിന് 20,800ഉം ഒക്കെ ലാസ്റ്റ് റാങ്ക് ആയിരുന്നവർക്ക് ആ മുഴുവൻ ഓപ്ഷനും കൊടുത്തിരിക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഇത് ഗവൺമെൻറ് മേഖലയിലുള്ളതാണ്, ആഡ് ചെയ്യാനുള്ള അവസരമാണ്. അവർക്ക് അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിനനുസരിച്ച് പ്രിഫറൻസ് അനുസരിച്ച് ഇത് ഏത് പൊസിഷനിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കോളേജിൽ പ്രവേശനം കിട്ടണമെങ്കിൽ ഇത് ആദ്യം എടുത്ത് വെക്കണമെന്നില്ല. നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡറിൽ ഇത് കൃത്യമായിട്ട് പുതിയ കോളേജ് ആയതുകൊണ്ട് കൃത്യമായിട്ട് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് പ്രിഫറൻസ് ഓർഡർ 16-ാം തീയതി വരെ ചേഞ്ച് ചെയ്യാനും ഇതെല്ലാം ഉൾക്കൊള്ളിക്കാനുള്ള അവസരമുണ്ട്. ഇതെല്ലാവരും ആഡ് ചെയ്യണം എന്നുള്ളതല്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മാക്സിമം ചോയ്സുകളാണല്ലോ രണ്ടാമത്തെ റൗണ്ടിൽ ഫില്ല് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് 19ഓളം കോളേജുകളിലെ 225 MBBS സീറ്റുകളാണ് ഗവൺമെൻറ് മേഖലയിൽ താരതമ്യേന വളരെ ഫീസ് കുറവുള്ള കോളേജുകൾ 10,000 അല്ലെ 20,000 30,000 ഒക്കെ റേഞ്ച് ഉള്ള MBBS സീറ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. mcc.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഗവൺമെൻറ് മേഖലയിലെ MBBS, BDS, BSc നേഴ്സിങ്ങിന് പ്രവേശനം നേടിയെടുത്തവരും ഡീംഡ് മേഖലയിലൊക്കെ പ്രവേശനം നേടിയവരും ഒക്കെ അവർക്ക് താല്പര്യമുള്ള പുതിയ ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ടിൽ ഒരു സീറ്റും കിട്ടാത്തവർക്കും പുതിയതായിട്ടൊക്കെ കോളേജുകൾ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അവർക്കൊക്കെ അവരുടെ സീറ്റുകൾ ലോക്ക് ചെയ്യണമെങ്കിൽ 16-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ അവസരമുണ്ട്. അതോടൊപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന കോളേജുകൾ ആഡ് ചെയ്യാനുള്ള അവസരവും 16-ാം തീയതി വരെയുണ്ട്. 19-ാം തീയതി ആയിരിക്കും ഓൾ ഇന്ത്യ കോട്ടയുടെ രണ്ടാം ഘട്ട റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള അവസരം, ഓൾ ഇന്ത്യ കോട്ടയിൽ ഇനി പങ്കെടുക്കേണ്ട എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 16-ാം തീയതി വരെയാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്താതെ ക്വിറ്റ് ചെയ്യാനുള്ള അവസരം. 19-ാം തീയതി രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കോളേജുകൾ ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് കോട്ട പ്രവേശനം നമുക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യയുടെ തന്നെ 3-ാം ഘട്ടത്തിലേക്ക് നമ്മളെ പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും MBBS, BDS, BSc നഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നവരും നീറ്റ് 2024 നിങ്ങൾ എഴുതിയ വിദ്യാർത്ഥികളുമാണെങ്കിൽ mcc.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ സമയക്രമം റിവൈസ് ചെയ്യേണ്ടതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.